ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പഴപ്പുളിശ്ശേരിയാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ എരുപ്പുളി എന്ന് പറയും, പിന്നെ പഴം മോരുകറി എന്ന് പറയും. അങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരിലാണ് കേട്ടോ ഇത് അറിയപ്പെടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിതിന് വേണ്ടിയിട്ട് ഇതേപോലെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അധികം പാകം വരാത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ. അത് നന്നായി അതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിതാ ഈ പഴത്തിൻ്റെ ഈ കറുത്തതൊന്നും കളയണില്ല കേട്ടോ. ഒരു കറുത്ത നാര് പോലെയുള്ള ഒരു ഇതില്ലേ, അത് ഞാൻ കളയണില്ല. ഇനി ഞാനൊരു പാനിലേക്ക് ഈ പഴം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ചെറിയ ടീസ്പൂണിലാണ്, പിന്നെ 1 ടീസ്പൂണ് ഉപ്പ്, പിന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം, ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഇതേപോലത്തെ 2 ബൗൾ നാളികേരമാണ് കേട്ടോ എടുത്തിരിക്കണേ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 10 കുരുമുളക്, പിന്നെ കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതവിടെ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ പഴമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായി ഒന്ന് വറ്റിക്കണം കേട്ടോ. നല്ലോണം അങ്ങോട്ട് വറ്റിക്കേണ്ട, എന്നാലും ഒരു വിധം ഇത് വറ്റിക്കണം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അരപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വെള്ളം കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് തൈരാണ് കേട്ടോ. ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, എന്നാൽ തീരെ പുളി ഇല്ലാതെ ഇരിക്കരുത്, അങ്ങനെയുള്ളതാണ് കേട്ടോ. ഞാനിത് തൈര് മിക്സിയിലിട്ടിട്ട് ഒന്ന് നമ്മൾ കറക്കിയെടുത്തിട്ടുള്ളതാണ്. അത് 1 കപ്പാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാവാനേ പാടുള്ളൂ, തിളയ്ക്കാൻ പാടില്ല. അതിനുശേഷം ഞാനിത് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇട്ട് കൊടുക്കണവരുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം, ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. എണ്ണ ചൂടായതിന് ശേഷം ഞാനിതാ 1 ടീസ്പൂണ് കടുക്, 2 വറ്റൽമുളക്, 2 കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. അതും കൂടി താളിച്ചിട്ട് ഇതിലേക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. മാമ്പഴക്കൂട്ടാൻ ഇഷ്ടമുള്ളവർക്ക് ഇതും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് തയ്യാറാക്കാനും സിമ്പിളാണ്, കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.